സമഭുജ സമാന്തരികം അഥവാ റോംബസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. എ ബി സി ഡി, എ ബി ബി സി സി ഡി ഡി എ. എതിർവശങ്ങളും സമാന്തരവും എല്ലാ വശങ്ങളും തുല്യവുമായിരിക്കും. അതായത് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഒരു വശം ബിയും ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം ലംബമായിരിക്കും. അത് D1 D2 വികരണം എതിർശീർഷങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നത്. എതിർശീർഷങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നത് AC യോജിപ്പിക്കുമ്പോൾ D1, DB യോജിപ്പിക്കുമ്പോൾ D2. വികരണങ്ങൾ D1ഉം D2ഉം. ഈ വികരണങ്ങൾ പരസ്പരം ലംബമായിരിക്കും എന്ന് പറഞ്ഞാൽ AC DBയും തമ്മിലുള്ള ആംഗിള്, അതുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. പരസ്പരം ലംബമായിരിക്കും എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ബിയും ഉന്നതി എച്ചും ആയാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല B × H ചതുരശ്ര യൂണിറ്റ്. D1 D2 ഇവ വികരണത്തിൻ്റെ നീളങ്ങളായാൽ വികരണത്തിൻ്റെ നീളങ്ങൾ തന്നിട്ട് വിസ്തീർണം കാണാൻ പറയാം D1 × D2/2, അതായത് ഹാഫ് ഓഫ് D1 D2. ഇത്രയും ചതുരശ്ര യൂണിറ്റ്. ഇത് ഓർക്കുക. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. സമഭുജ അതൊരു സാമാന്തരികം തന്നെയാണ്. പ്രത്യേകത എതിർവശങ്ങളല്ല, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഒരു വശം ബിയും അതിലേക്കുള്ള ഉന്നതി എച്ചും ആയാൽ വിസ്തീർണം B × H. D1 D2 ഇവ വികരണങ്ങളായാൽ എതിർശീർഷങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നു. അതായത് AC DB അവ പരസ്പരം ലംബമാണെന്ന് പറയാൻ ഉണ്ടാക്കുന്ന ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. അതായത് D1 D2 ഇവ വികരണങ്ങളായാൽ വിസ്തീർണം കാണാൻ D1 × D2/2, അല്ലെ ഹാഫ് ഓഫ് D1 D2.